അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഒക്കെയാണ് വസിയത്ത് ചെയ്യുക. പരിശുദ്ധ റമദാന്റെ പുണ്യദിനങ്ങൾ അവസാനിക്കുക. ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിന് ഒരു ലേശം വിഷമം ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ ഓരോ റമദാനും അവസാനിച്ചു പോവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. നോമ്പ് പിടിക്കുവാൻ പ്രയാസമുണ്ടാവും. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ശാരീരികമായ പ്രയാസങ്ങൾ, തളർച്ച, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ജീവിത ചിട്ടകൾ ജഞ്ചവിളം മാറുകയാണ്. അപ്പം അതിൻ്റെ വിഷമങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് അധികം ആളുകൾ, പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെ നോമ്പിന് ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വലിയ സമ്പാദിക്കുക. അതിനിടയിൽ ഈ നോമ്പ് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ സത്യവിശ്വാസത്തോടുകൂടി ആ നോമ്പ് അനുസരിച്ച് കഴിയുമ്പോൾ അതൊരു തരം ഹരാവും, ഒരാവേശവും ഒരാശ്വാസവും ഒരു പ്രതീക്ഷയും കൈവരും. പിന്നെ തീർന്ന് പോകുമ്പോൾ ഒടുവിലാകുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സ് തീർച്ചയായും കേൾക്കും. കാരണം മഹത്തായ സൗഭാഗ്യമായി അവൻ കണ്ടെത്തി കഴിയുമ്പോൾ നോമ്പിൻ്റെ ആ ചൈതന്യവുമായിട്ട് അത് ലയിച്ചു വരുമ്പോൾ അത് അവസാനിച്ചു പോകുന്നതാണ് പിന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഭൗതിക ജീവിതത്തിലുള്ള ഒരുപാട് സംഗതികളൊക്കെ തന്നെയാണ്. ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ജീവിതം അവസാനിക്കും. തമാശകൾ പറയാണ്ട് പഠിച്ച് എന്ന കാലത്ത് സിലബസ് എന്താണെന്ന് മനസ്സിലാവുമ്പോൾ പരീക്ഷ വന്നു കഴിയും. പഠിച്ചിട്ടല്ല, സിലബസ് എന്താണെന്ന് ഏതാണ് മനസ്സിലാവുമ്പോൾ പരീക്ഷ വരും എന്ന് പറയുന്ന പോലെ ജീവിതം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ മിക്കവാറും ജീവിതം അവസാനിക്കുന്നത്. മൊത്തത്തിലുള്ള സാധ്യത ഏതൊരു കാര്യവും അതിൻ്റെ ഉൾക്കാമ്പിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ മനസ്സ് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ അതിങ്ങനെ വേർപെട്ട് പോകുന്നതാണ്
നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അന്തിമമായി പരിശുദ്ധി നേടിയെടുക്കാനാണ്. അതിനുള്ള സൂക്ഷ്മതാബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ വ്രതാനുഷ്ഠാനമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, പല പ്രാവശ്യവും ആവർത്തിക്കപ്പെട്ട സംഗതി. അപ്പോൾ ഈ റമദാനിൽ മാത്രം മതിയോ സൂക്ഷ്മത എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. നോമ്പ് കഴിഞ്ഞാലും ഇവിടെ സുബഹി ജമാഅത്ത് ഉണ്ടാവുമെന്ന് ഏതോ പള്ളിയിൽ എഴുതി വെച്ചതായിട്ട് മുൻകാലങ്ങളിൽ ഒരു പോസ്റ്ററുണ്ട്. നോമ്പ് കഴിഞ്ഞാലും ഇവിടെ സുബഹിക്ക് ജമാഅത്ത് നിസ്കാരം ഉണ്ടാവുന്നു. നോമ്പിന് ഒരു പ്രത്യേകത തന്നെയാണ്. തുടക്കത്തിലുള്ള ആവേശം നമുക്ക് എല്ലാ പള്ളികളിലും കാണാൻ, മിക്കവാറും ഒടുവിലൊക്കെ ആകുമ്പോൾ പള്ളിയിൽ ഏതാണ്ട് ഒരു പകുതിയായി കുറയുകയും ചെയ്യും. ഈ മനുഷ്യന്മാരിവിടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഇപ്പൊ നോമ്പ് അത്ര വലിയ വിശ്വാസം താല്പര്യം ഇല്ലാത്തവന് പോലും ഭയങ്കരമായ ഒരു തരം ആവേശം നടത്തുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ടെന്നുള്ളതാണ്. ആദ്യമൊക്കെ കുറച്ചു കാലം പിടിച്ചു പോകും, പിന്നെ അത് പറ്റാത്തവനെ കൊഴിഞ്ഞു പോകലാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് മീറ്റിങ്ങിൽ വെച്ച് ഒരു ബിവറേജസ് കോർപ്പറേഷന്റെ ഒരു മാനേജറെ സന്ദർഭവശാൽ പരിചയപ്പെട്ടിട്ടായി. ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ, മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം കേന്ദ്രത്തിലെ ബിവറേജസ് കോർപ്പറേഷന്റെ ഒരു ഔട്ട്ലെറ്റിലെ ഒരു മാനേജറാണ്. അദ്ദേഹം പല സംഗതികൾ പറഞ്ഞപ്പോൾ, അദ്ദേഹം ഒരു അമുസ്ലിമാണ്, പറഞ്ഞപ്പോൾ ഈ ഷവ്വാൽ അവസാനമാകുമ്പോൾ, ഷഅബാൻ അവസാനമാകുമ്പോൾ സാധാരണ നിലയിൽ ഒരു 15 ലക്ഷം 20 ലക്ഷം കളക്ഷൻ ഉണ്ടായ കടയിൽ ഒരു 1.5 ലക്ഷം കാറ്റ് കുറയും. ഈ നോമ്പ് തുടങ്ങുമ്പോൾ അത് 1 ലക്ഷം 1.5 ലക്ഷത്തിലേക്ക് താഴും. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിലെ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു 15 കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം പോകും. മിക്കവാറും ഒരു നോമ്പ് 28-29 ആകുമ്പോൾ 30 ലക്ഷം 28 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം കളക്ഷൻ വരുന്ന അവസ്ഥയിലേക്ക്. അതിൻ്റെ ആഴം ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു കള്ള് വിൽപ്പനശാലയിലെ ഒരു പ്രമുഖ മുസ്ലിം കേന്ദ്രത്തിൽ ഒരു കള്ള് വിൽപ്പനശാലയിലെ മാനേജർ അവലോകനം ചെയ്തു, അമുസ്ലിമായ ഒരാൾ അവലോകനം ചെയ്ത് പറയാം. അപ്പൊ നോമ്പനുഷ്ഠിക്കുകയും പിന്നെ അത് കഴിഞ്ഞാൽ പഴയ ശീലത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നാട്ടിന്റെ നാനാഭാഗത്തുണ്ട് എന്നുള്ളതൊരു വാസ്തവം. നോമ്പ് വ്രതം അവരിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ നാടൻ ഭാഷ പറഞ്ഞ ചേമ്പലയിൽ വെള്ളമൊഴിച്ചു പോയത്, ചേമ്പിന്റെ എല്ലാവരും പ്രത്യേക കൂട്ടികൾ കൊണ്ട് ആവരണം ചെയ്ത സമയം വെള്ളമൊഴിച്ച നമുക്ക് പുറത്തു പോകും, ഒന്നും ഇഫക്റ്റും ഉണ്ടാവില്ല. അതുപോലെ ആവരുത് സത്യവിശ്വാസിയുടെ നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിഷ്കർഷിച്ചു. നോമ്പ് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടില്ലാതെ പിടിക്കാൻ പറ്റില്ല. നല്ല സൂക്ഷ്മതയോട് നോമ്പനുഷ്ഠിക്കുന്നത് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടാവും. കുറെ സംഗതികളൊക്കെ ബലവത്തായിപ്പെട്ടുണ്ടാവും. എങ്കിലും നോമ്പിന്റെ ആ സമ്പൂർണമായ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന ഒരു പൂർണ്ണ സംതൃപ്തി എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. എല്ലാവർക്കും നല്ല ഒട്ടുമുക്കാൽ ആളുകൾ കിട്ടാറില്ല എന്നുള്ളത്. കാരണം അങ്ങനെയാണ്, മനുഷ്യനങ്ങനെയാണ്, അപൂർണനായ മനുഷ്യനങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി വീണ്ടും ആ പിടിച്ച നോമ്പിനെ തന്നെ സമീപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ നോമ്പ് നമസ്കാരവും ദുആയും സക്കാത്തും സദഖയും അതുപോലെ ഖുർആനും ഒക്കെ തടസ്സം നീ സ്വീകരിക്കണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പിടിച്ചു കഴിഞ്ഞല്ലോ, കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാണ്. അതിലുള്ള അപാകതകളൊക്കെ പരിഹരിക്കുകയും അതിലുള്ള കുഴപ്പങ്ങൾ നീ പൊറുക്കുകയും അതിലുള്ള ആത്മാർത്ഥത കണക്കിലെടുത്തുകൊണ്ട് ആ ഏറ്റവും ഉത്തമമായി ചെയ്തതിനുള്ള പ്രതിഫലം, അതിന്റെ റേറ്റിൽ അല്ലാത്ത ഒരു വാഗ്ദാനമുണ്ട്. അഹ്സനല്ലദീ അമലു, അതായത് ഏറ്റവും നന്നായി ഒരു 10 പ്രവൃത്തി ചെയ്താൽ ഏറ്റവും ടോപ്പ് പ്രവൃത്തിക്ക് എന്തിനാണ് ഗ്രേഡ് സവാബ്, അതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും കിട്ടുന്നതാണ് സത്യവിശ്വാസം. ഓരോന്നിനും ഒരു പുഞ്ചിരിക്ക് സദഖ ആണ്, സദഖയ്ക്ക് കൂലിയുണ്ട്. പക്ഷെ 5000 രൂപ കൊടുക്കണതും ഒരു പുഞ്ചിരി കൊടുക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന്റെ സവാബിനും വ്യത്യാസം ഉണ്ടാവും. ഒരാളിനെ മോശമായ വാക്ക് പറയാനും ഹറാമാണ്, മോശമാണ്, വിഭജിക്കലും മോശമാണ്. പക്ഷെ 2 തെറ്റും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, അതിന് ശിക്ഷയും തമ്മിൽ അന്തരമുണ്ട്. അതുപോലെ ഓരോ അമലിനും അതിൻ്റെതായ ഗ്രേഡ് അനുസരിച്ച്, ഗ്രേഡൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും, ഗ്രേഡ് അനുസരിച്ച് കൂടി. അപ്പൊ ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സൂപ്പർ പവർ എന്ന് വെച്ചാൽ, അതായത് ഏറ്റവും നല്ല പ്രവൃത്തി, ഏറ്റവും ടോപ്പ് പ്രവർത്തിക്കുള്ള കൂലി സവാബ് എത്രയാണ്, അതിനനുസരിച്ച് ബാക്കിയുള്ളത് കൊടുക്കുന്നത്.
അപ്പൊ അതിന് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നതാണ്. നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. മാത്രമല്ല, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അത്തിയോടുല്ലാഹ വഅത്തിഉർ റസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് വലാ തുബ്തിലു അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, പണമാക്കി കളയരുത്, നിഷ്ഫലമാക്കി കളയരുത്. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ദുഷ്കർമ്മങ്ങൾ നിരന്തരം ആവർത്തിച്ചാൽ സൽക്കർമ്മങ്ങളുടെ ഫലം നിഷ്ഫലമായി പോകും. സൽക്കർമ്മങ്ങളെ തള്ളിപ്പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ഒരുപാട് കാലം സത്യവിശ്വാസവും സൽക്കർമ്മമൊക്കെ സ്വീകരിച്ചിട്ട് അവസാനം പറയണം ചെയ്യതൊന്നും ശരിയായില്ല, വെറുതെ പഠിച്ചോന്ന് ഞാൻ വിശ്വസിച്ചിടണം, ഇപ്പൊ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ വിഭാഗത്തും കൊള്ളായി പറഞ്ഞല്ലേ. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാര് ആഖിറാണ് അമൽ, ഏറ്റവും ഒടുവിലത്തെ അമല് ഏറ്റവും നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അവസാനത്തെ അമല് എന്ന് പറഞ്ഞാൽ എല്ലാ അമലും അവസാനത്താണ്. അതാണ് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും മരിക്കണമെന്ന് അറിയില്ലല്ലോ, ഏത് സമയം മരിക്കാമല്ലോ. ഇന്നിപ്പോ ഈ വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്ന് നമസ്കരിക്കുന്ന അവിടെ ആരും എല്ലാവരും കൂടെ പഴഞ്ഞുകൊണ്ട് പറ്റുമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മരിക്കാമല്ലോ, മനുഷ്യൻ ആർക്കും മരിക്കാമല്ലോ, ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ അമൽ എന്ന് പറയുന്നത് ചെയ്യണ അമലൊക്കെ അവസാനത്തെ അമൽ എന്നുള്ളതായിരിക്കും. അപ്പൊ വല്ലാത്തൊരു ഫിലോസഫിയും സൈക്കോളജിയൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാ അമലുകളും അവസാനത്തേതാണ്, അത് ഏറ്റവും ഭംഗിയായി നന്നായി ചെയ്യണം എന്ന ഒരു താല്പര്യം, ജാഗ്രത ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പൊ അവസാനത്തെ അമൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ഡിത സമൂഹം ഒരു ഇസ്രായേൽ കഥയും അത് പറഞ്ഞു. 2 സഹോദരങ്ങൾ, ഒരുത്തൻ വീട്ടിന്റെ മുകൾത്തപ്പെട്ടതും ഒരുത്തൻ വീട്ടിന്റെ താഴെ നിലയിൽ താമസിക്കും. താഴെ നിലയിൽ താമസിക്കുന്ന ആള് നല്ല തക്കമുള്ള മനുഷ്യനാണ്, വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ, ദൈവാരാധന മതി. മുകളിലുള്ള ആള് മദ്യപാനവും വ്യഭിചാരവും സ്ഥിരമാക്കി, അങ്ങനെ ഇവരെന്നും ഉടക്കുണ്ടാക്കണം. അങ്ങനെ കാലം കഴിഞ്ഞു പോയപ്പോ ഒരു ദിവസം താഴെ തട്ടിലുള്ളവൻ മുകളിൽ തട്ടിലുള്ളവൻ ആലോചിക്കാം, എത്രയോ കാലമായി എന്റെ ജ്യേഷ്ഠനെ ഉപദേശിക്കുന്നു, അവൻ എത്ര കാലമായി നന്നായി ജീവിക്കുന്നുണ്ട്, അവനെ പോലെ എനിക്കൊന്ന് നന്നാവണമല്ലോ, എന്റെ ഈ ഇതൊക്കെ കളഞ്ഞിട്ടൊന്ന് നന്നാവണം എന്ന് അയാളുടെ മനസ്സ്. താഴെ തട്ടിലുള്ള അനുജൻ പറഞ്ഞ്, ഞാൻ എത്ര ഉപദേശിച്ച് ഓരോരു കുലുക്കുമല്ല, അവൻ ഈ അനാവശ്യം എല്ലാം കാണിച്ച് ജീവിച്ചിട്ടും ദൈവത്തിന്റെ ഒരു കോപവും അവനെ ബാധിച്ചിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ എന്തിനാണ് വട്ടിയും കിടന്ന് അതുപോലെ പലരും കഷ്ടപ്പെട്ട് ഇങ്ങനെ സൂക്ഷ്മതയോടെ ദൈവാരാധന നടത്തുന്ന അവനെ പോലെ കുറച്ചാലും ജീവിച്ച് അവസാനം നന്നായി മതി എന്ന് അയാളുടെ ചിന്ത. ഈ 2 ചിന്തകളും ബലവത്തായപ്പോ മുകളിലുള്ളവൻ വളരെ സ്പീഡിൽ താഴെ ഇറങ്ങി വരുന്നു, താഴെയുള്ളവൻ മുകളിലുള്ളവനെ കാണാൻ വേണ്ടി മുകളിലേക്ക് കയറിപ്പോകാൻ വേണ്ടി 2 പേരും കൂടി പടിയിൽ കൂട്ടിയിടിക്കുന്നു, കോവണിപ്പടിയിൽ കൂട്ടിയിടിക്കുന്നു. ഒരു പഴയകാല കഥയാണ്. കൂട്ടിയിടിച്ച് 2 ആള് വീട് മരിക്കുന്നു. 2 സംഘം മലക്കുകൾ വരുന്നു, ഇവരെങ്ങോട്ടാ കൊണ്ടുപോയി. ഇതുവരെ സൂക്ഷ്മത ദൈവാരാധന പുലർത്തിയിരുന്നവനെ നരകത്തിലേക്കും, അല്ല പരിവർത്തനം വന്ന് മറ്റവരെ കാണാൻ പോയവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും മലക്കുകൾക്ക് വിധിയുണ്ടായി എന്നാണ് ആ കഥയുടെ അന്തരം. പക്ഷെ അതിലൊരു മെസ്സേജ് ഉണ്ട്. കാരണം ഇത്രയും കാലം സംഗതികളൊക്കെ ചെയ്തിട്ട് എല്ലാ സംഗതിയൊക്കെ ചെയ്തിട്ട് അവസാനം അത് കൊണ്ടുപോയിട്ട് ഒടുവിൽ കൊടക്കുന്ന ഒരു പരിപാടിയാണ്. 29-30 ദിവസം നോമ്പടിച്ചിട്ട് പെരുന്നാളിന്റെ അന്ന് കള്ളു പിടിച്ചിട്ട് ഓടെ കിടക്കുന്ന എത്രയോ സംഭവങ്ങൾ കേരളത്തിന്റെ പല സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും നാളെ പോയാൽ പലയിടത്തും പല സ്ഥലങ്ങളും ഒന്നും കാണാൻ കഴിയും. നോമ്പെല്ലാം അനുഷ്ഠിച്ച് വളരെ കാര്യമായിട്ട് പിന്നെ പെരുന്നാളാകുമ്പോൾ നല്ല ആഘോഷിച്ചിട്ട് യാതൊരു ബോധമില്ലാതെ നാട്ടുകാർ 4 ആള് കാണുന്നിടത്ത് വീണടക്കണം. അതൊന്നും സത്യവിശ്വാസത്തിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെ പരസ്യമായി മദ്യപിച്ച് കിടന്നില്ലെങ്കിലും നോമ്പ് കഴിയട്ടെ കാണിച്ചു തരാന്ന് പറയുന്ന പോലത്തിലുള്ള ഒരു നോമ്പടിയുണ്ട്. ഈ ഹജ്ജിന് പോകുമ്പോ തിരിച്ചു വന്നിട്ട് ഞാൻ ശരിയാക്കാന്ന് പറയുന്ന പോലെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജിന് പോവുക, അപ്പോഴേ കൊച്ചൊരു സ്വത്ത് ഉണ്ട്, അത് തിരിച്ചു വന്നിട്ട് ഞാൻ കാണിച്ചുകൊണ്ടേക്കാം. അങ്ങനെ ഒരു ഹജ്ജ് ഉള്ളാക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമ്പ് റമളാനാണ് ചെയ്യല്ലേ റമളാനെന്ന് കഴിയട്ടെ എന്ന ഒരു മനസ്സ് സാധാരണ മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മനസ്സില്ലായ്മ ചെയ്യാൻ ഈ റമളാന് സാധിച്ചില്ലെങ്കിൽ ഈ റമളാൻ നമുക്ക് പ്രയോജനപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സംഗതി ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നീ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക,
അത് പ്രയോജനകരമാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രയോജനകരമാണെന്ന് ബോധ്യപ്പെട്ട ശേഷം ഓർമ്മപ്പെടുത്താനല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഓർമ്മപ്പെടുത്തൽ രണ്ടു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്രത്യേകിച്ച് 2 സ്ഥലത്തുകൾ. നീ ഓർമ്മപ്പെടുത്തുക, ആ ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസം ഉള്ളിലുള്ളവന് പ്രയോജനം ചെയ്യുന്ന മനുഷ്യൻ തന്നെയാണ്. അതായത് നോമ്പ് കഴിഞ്ഞാലും ഈ സൂക്ഷ്മതാണ്, പക്ഷെ അങ്ങനെ തന്നെ പാലിക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. നോമ്പിന്റെ അത്രയും അതീവ സൂക്ഷ്മത ജമാഅത്തിന് കൃത്യമായിട്ട് പള്ളിയിലെത്തുക, മറ്റ് പല പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് ജമാഅത്തിനെത്തുക, സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക, സമയം കണ്ടെത്തി ഖുർആൻ ഓതുക, എത്രയില്ല, അതെല്ലാം അങ്ങനെ തന്നെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് സാധിച്ചിട്ടില്ല. അത് ഒരുപാട് പണിയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സാധിക്കില്ല. പക്ഷെ അതിന്റെ ചൈതന്യം ചോർത്തിക്കളയുന്ന രീതിയിൽ പഴയ മോശം സ്വഭാവം ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോമ്പിന്റെ ആ ചൈതന്യം പെട്ടെന്ന് റമദാൻ ചൈതന്യം കട്ടികളായിരിക്കാൻ വേണ്ടി ഈദുൽ ഫിത്ർ കഴിഞ്ഞാല് ഒരു 6 ദിവസത്തെ നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. അത് ആ ശവ്വാലിലെ 6 ഒരാൾ റമദാനിലെ മുഴുവൻ നോമ്പും ശവ്വാലിലെ 6 അനുഷ്ഠിച്ചാൽ വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവന്റെ കൂലി കൊടുക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അത് കഴിയുന്ന ആളെ എടുക്കാം. അതിൽ പണ്ഡിതന്മാർ ഒരു ഒഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശവ്വാല് 2, 3, 4, 5, 6, 7 അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമില്ല. വിതിൻ ആ മാസത്തിൽ ശവ്വാൽ മാസത്തിന്റെ ഉള്ളിൽ 6 നോമ്പ് അനുഷ്ഠിച്ചാൽ മതി എന്നും പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തായാലും ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ഇപ്പോ മിക്കവാറും നമ്മുടെ നാട്ടിൽ നീട്ടാനുള്ള ആവശ്യമില്ല. ഈ പെരുന്നാൾ ചെലവിന് സുരക്ഷമായി കഴിയാനുള്ളവന് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അറിയില്ല. അതാണ് അതിന്റെ സെൻസ്. അതായത് പെരുന്നാളിൽ നിന്ന് ഈ സമുദായത്തിൽ ആരും പട്ടിണി കിടക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും ഒന്ന് ജനിച്ച കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് കണക്കും കാര്യങ്ങളും പള്ളിയിലൊക്കെ വിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ നമ്മൾ എങ്ങോട്ട് എടുത്ത് അടുമ്പോൾ ഇങ്ങോട്ട് എടുത്തുള്ള അങ്ങോട്ട് എടുത്തുള്ള ഒരു കളിയാണ്. ആ കളി വേണ്ട എന്നുള്ള. നമ്മൾക്ക് നമ്മുടെ നാട്ടില് മഹലില് വാങ്ങാൻ ആളില്ലെങ്കിലും വാങ്ങാൻ ആളുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് നീ കൊടുക്കാന്നുള്ള അത്രേ. അതിനൊക്കെ കാലികമായ ഒരു സംഗതി, ഒരു ഇജ്തിഹാദിന് ആവശ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു അത്തീൻ എന്തോ സാധനം കൊടുത്തു. അത്തീൻ പറഞ്ഞ അത്യാവശ്യം മോശമല്ലാതെ ജീവിക്കണം അത് സഹായം. അത്തീൻ പറഞ്ഞ എനിക്ക് വേണ്ട, എനിക്കത് വേണ്ട. അപ്പോ ഉമർ വാങ്ങിക്കോടോ, കാരണം എനിക്ക് റസൂൽ തന്നപ്പോ എനിക്ക് വേണ്ട. അപ്പൊ റസൂൽ പറഞ്ഞു, ഉമറെ അത് നീ വാങ്ങിക്കോ, വേണ്ടെങ്കിൽ സദഖ ചെയ്തോളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഒരു ഹദീസിനെ പഠിച്ചു വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങനെ ഒരു പത്വം ഉണ്ടാക്കിയിട്ട് ഉള്ളവനും കൊടുക്കാം എന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ല. മനുഷ്യന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ആവശ്യങ്ങളോട് നമ്മൾ പ്രതികരിക്കണമെന്നുള്ളതാണ്. ആ ആവശ്യങ്ങളാണ് നിറവേറ്റപ്പെടുന്നത്. അതിനു വേണ്ടിയുള്ള ആളുകൾ പട്ടണം കിടക്കരുത് പറഞ്ഞ് പട്ടണ കാര്യങ്ങളുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് വാക്ക് പിടിച്ച് കളിക്കാനില്ല. അപ്പൊ അതിനുള്ള അത് നമ്മുടെ ശുദ്ധിയുടെ ഒരു മാർഗമായി അല്ലാഹു സുബ്ഹാനഹു ഉപാധിയായി അല്ലാഹു സുബ്ഹാനഹു തരുന്നത്. ഈ റമദാനിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പഠിച്ച നമ്പരാണ് റമദാനിന്റെ അമലുകൾ. ഇപ്പൊ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ നമ്പരാണ് എന്ന് പറയണം എന്നിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെരുന്നാൾ ദിനത്തില് ആകാശലോകങ്ങളിൽ നിന്ന് മാലാഖമാര് വന്ന് പൊതിയുകയും ഈ സത്യവിശ്വാസിക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു വഴിയിലൂടെ പോയി മറുവഴിയിലൂടെ വരണം, ബന്ധങ്ങൾ നന്നാക്കണം, ആളുകളോട് നല്ല നിലയിൽ പെരുമാറണം, പ്രവർത്തിക്കണം, ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം, സത്യസന്ദേശം എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് എത്തിക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുഴുകാനുള്ള ഒരുപാട് വേണം. അത് പെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയേണ്ട ആവശ്യമില്ല. അതിപ്പോ ഇവിടെ പറയുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അനിവാര്യമാണ്. ആ സഹായം അനിവാര്യം എന്ന് നമ്മൾ പറഞ്ഞാല് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ബന്ധം ഹൃദയം അല്ലാഹുമായി തന്നെ അടുത്തിങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കണം. അതിനാണ് അത് പറ്റുന്നില്ല 6 നോമ്പോടെ പഠിക്കാമെന്ന് തീരുമാനിക്കുക. ഫിത്ർ സക്കാത്ത് കൃത്യമായി കൊടുക്കാം, സക്കാത്ത് കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകളെ സഹായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. അമല് പൊളിഞ്ഞ പ്രവർത്തിക്കുന്ന ആളുകളെ ചടിക്കറാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക, പിടിച്ചു പഠിക്കാതിരിക്കുക, അഭിമാനത തളർത്താതിരിക്കുക, വിട്ടുവീഴ്ച പുറത്തു കൊടുക്കുക, മോശമായ പ്രവർത്തികൾ അളവ് തൂക്കം അതിലൊക്കെ കൃത്യത പഠിക്കുക. ചെയ്തുകൊണ്ടിരുന്ന മോശമായ പ്രവർത്തികൾ റമദാനിന് മുമ്പ് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ റമദാനിന് ശേഷം തുടങ്ങാതിരിക്കുക.
കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കും. റമദാനിലെ അവസാനത്തെ 20 ദിവസവും എത്തിക്കാഫിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയല്ല റമദാന് ശേഷമുള്ള ദിവസങ്ങൾ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങൾ അവർ നിഷേധ സ്വഭാവത്തെ സ്വീകരിക്കും. ഇന്നല്ലദീന കഫറു, അവിടെ കാഫർ എന്ന് പറഞ്ഞാല് ശരിക്കും നിഷേധികളായി കിടക്കുന്ന ഔട്ട്സൈഡേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, സത്യവിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഈ വക സംഗതികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിഷേധഭാവത്തിൽ ഇതിനെ സമീപിക്കുകയും വസത്തുവാൻ സബീലില്ല, ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അതായത് ആ ഒരവസ്ഥയിൽ തന്നെ അവരങ്ങ് മരിച്ചു പോയാൽ അവർ പുറത്തു കൊടുക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കാര മനോഭാവമായി ജനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്ന സ്വഭാവവുമായി പെരുമാറ്റവുമായി ജീവിക്കുകയും ആ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കാതെ അവരങ്ങ് മരിച്ചു പോവുകയും ചെയ്താൽ പിന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിനെ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്യന്തിക ജീവിതത്തിന്റെ വിജയം നേടുക, അതായത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അത് ശാശ്വതമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ശാശ്വതമാണ്, ഒരിക്കലും അവസാനിച്ചു പോകാത്തതാണ്. ആ ശാശ്വതമായ ആ ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ അധ്വാനം മുഴുവൻ ചെയ്യുന്നത്. ആ അധ്വാനം ഫലവത്തായില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ നിരന്തരമായി നമ്മൾ ഓരോരുത്തരും ഉപദേശിച്ചു. ഈ മെമ്പറിൽ നിന്നുള്ള സത്യവിന് മാത്രമല്ല ഈ ഉത്തരവാദിത്തം. സത്യവിശ്വാസിക്ക് പരസ്പരം അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യത ഏൽപ്പിച്ച ഒരു സംഗതിയാണ് സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത്. കൗൺസിൽ ചെയ്യുക എന്നുള്ളത്. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആന്തരികമുള്ള ഉപദേശമല്ല. നമ്മൾ അഭിപ്രായം പറയാ, സൂചിപ്പിക്കുക, വഴി കാണിക്കുക, അതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. അപ്പോൾ അത് പറയാം, ആ ഉപദേശം കേൾക്കുമ്പോൾ ഉള്ളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയമുള്ള ആള്. ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. സമുദായത്തില് പെരുന്നാളിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ജനത്തിന്റെ ഘടനയുടെ മാറ്റത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നൊന്നിനും തുടങ്ങുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അഭിപ്രായ വ്യത്യാസമായിരുന്നു. അബൂബക്കറും ഉമറും കൂടി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഒച്ചട്ടിട്ട് പാടുണ്ടാക്കി. അവസാനം അല്ല ഇടപെടൽ പറഞ്ഞു, സത്യവിശ്വാസികൾ നിങ്ങൾ അതാണ് റസൂൽ ഉണ്ടാകുമ്പോഴാണ് അയാൾ ഒച്ചട്ട് പറഞ്ഞില്ല. നിങ്ങളുടെ പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുകളിൽ ശബ്ദം ഉണ്ടാക്കരുത്. അതിനെക്കുറിച്ചൊരു സഹാബി പറഞ്ഞു, ഈ രണ്ടാളുകൾ നരകത്തിലായി പോകുമോ എന്ന് ഭയപ്പെടുമാറ് അബൂബക്കർ ഉമറും അവരെ ശാസിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഇടപെടൽ അതിനുണ്ടായിരുന്നു. പക്ഷെ റസൂലിന്റെ ശക്തമായ നേതൃത്വം കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ യഥാർത്ഥത്തിൽ ശിരച്ഛേദത്തിൽ എത്തിച്ചേർന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് മയ്യിത്ത് ഖബറടക്കുന്നതിന് മുമ്പ് നേതൃത്വത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കി, അഭിപ്രായം ഉണ്ടാക്കി. അൻസാരികൾ ഒരു സ്ഥലത്ത്, മുഹാജിറുകൾ വേറെ സ്ഥലത്ത് യോഗം കൂടി ഒരു നേതൃത്വം ഞങ്ങളിൽ നിന്ന് വേറെ നേതൃത്വം ഞങ്ങൾ ഡുവൽ ലീഡർഷിപ്പ് ആണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അവിടെ മന്ദിർ എന്ന് പറഞ്ഞ പ്രമുഖനായ ഒരു സഹാബി ഉമർ പറഞ്ഞതിനെ എതിര് പറഞ്ഞപ്പോ ഉമർ വാളെടുത്ത് അപ്പൊ അബൂബൈദുൽ ജറാഹ് കൈ അടിച്ചു പറഞ്ഞു ഉമറിന്റെ കൈ. അല്ലെങ്കിൽ നബിയുടെ ജനാസ ഭൂമിക്ക് അടിയിൽ പോകുന്നതിന് മുമ്പ് അധികാര തർക്കത്തിന്റെ പേരിൽ സത്യവിശ്വാസിയായ ബദറിൽ പങ്കെടുത്ത അബൂബൈദുൽ മന്ദിറിന്റെ തല ഈ ഭൂമിയിൽ വീഴുമായിരുന്നു. പറ്റില്ല. അതുകൊണ്ട് അബൂബക്കർ ഉമർ ശക്തന്മാരായ വളരെ തപ്പുള്ള ഉന്നതന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ആയിരുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഉസ്മാൻ അതുപോലെ കൈകാര്യം ചെയ്തില്ല, കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബിയാണ്, ഖലീഫയാണ്, ബഹുമാനാദരവുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം യഥാർത്ഥ അവസാനം സംഭവിച്ചത് മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുന്നു, മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുന്നു. എന്നിട്ട് മുസ്ലിം സമുദായം വേർതിരിഞ്ഞു. അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മ ഭാഷത്തെ മുറുകെ പിടിച്ച അള്ള ഇത്രയും പറഞ്ഞിട്ട് എന്നിട്ട് ആദ്യകാലത്തിന് അപ്പൊ മനുഷ്യന്റെ നേച്ചർ എങ്ങനെയാണ് എന്നതാണ്. ആ ഒരു വ്യക്തികളെ കുറ്റം പറയില്ല, മനുഷ്യൻ ഇതിലൊക്കെ അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്ന ആരാണെന്ന് അള്ളാഹ് നന്നായിട്ടറിയാം. അവർക്ക് സവാബ് കൊടുക്കാൻ അല്ലാത്തറിയാം. പിന്നെ മുസ്ലിം സമുദായം ആഗോള അടിസ്ഥാനത്തിൽ ഇന്നുവരെ ഒരു ഇമാറത്തിന്റെ കീഴിൽ വന്നിട്ടില്ല. ഓരോരുത്തരും ഇപ്പോഴും ഒന്നുമില്ലെങ്കിൽ കുറച്ചാളെ കേരളത്തിൽ ഒന്നിച്ച് അല്ലെങ്കിൽ പെരുന്നാളാവില്ല. പണ്ട് ഓരോ സ്ഥലത്താണ് കാഴ്ചയിലുണ്ടായ സ്ഥിതി. എത്ര ഇമാമന്മാരായിരുന്നു, ഓരോ മൂലയിലും ഓരോ ഇമാമ്. ഷാഫിക്ക് വേറെ, അംബലിക്ക് വേറെ, ജാഫരിക്ക് വേറെ, മാലിക്ക് വേറെ, ഓരോ ഇമാമ്, ഓരോ മെമ്പർ, ഓരോ തരം ഹജ്ജ്. അങ്ങനെ നമ്മുടെ കാഴ്ച കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം ചരിത്രം
ചരിത്രത്തിലുണ്ട്. അതെല്ലാം അടിച്ച് ഫിനിഷാക്കിയിട്ട് പിന്നെ ഒന്ന് തട്ടിക്കൂട്ടി നേരാക്കി എടുത്തതാ. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നമുണ്ട്. പക്ഷെ പരസ്പരം അന്നത്തെ ദിവസം ഇന്ന് ഷവ്വാലൊക്കെ നോമ്പ് ഹറാമാണ്, കാഫറാണ്, ആ 10 ഒന്ന് പുറപ്പെടുവിക്കാൻ ഒരാളിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊള്ളണം. പറയണത് എതിർക്കാം, വേണ്ട പിടിക്കണ്ട, എതിരാവാം. പക്ഷെ അത് അന്ന് ദിവസമാണ്, അതുകൊണ്ട് ഹറാമാണ്, കാഫറാണ് എന്ന് പറഞ്ഞ് 10 ഇറക്കാൻ ഈ സമുദായത്തിൽ ഒരൊറ്റ ആളിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരനുമതിയും തന്നിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അവിടെ അധികാരത്തിന്റെ പേര് പറഞ്ഞു അള്ളാഹ് യോജിക്കാം പറഞ്ഞ കാര്യത്തിൽ യോജിക്കാതെ ചന്ദ്രന്റെ കാര്യത്തിൽ പറഞ്ഞ് തലപള്ളാക്കാനും അതുപോലെ തക്കാനും ഭയങ്കര താല്പര്യമാണ്. ദീനുൽ ഇസ്ലാമിനോടുള്ള താല്പര്യം ഭയങ്കരമാണ്, സംശയമൊന്നുമില്ല. നമ്മളെക്കാൾ വലിയ താല്പര്യമുള്ള ആളുകൾ ഇതിനേക്കാൾ വലിയ ഊർജത്തിൽ തല വെട്ടി മാറ്റി, അലിയുടെ തല വെട്ടി മാറ്റി, ഉമറിന്റെ തല വെട്ടി ഉസ്മാന്റെ കുടല് കുത്തികീറി ഈ സമുദായത്തിലെ ആളുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ്. അവർക്കൊക്കെ അല്ലാഹു തആല വേണ്ടത് കൊടുത്തോളൂ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ദീനുൽ ഇസ്ലാമിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഈ ഭൂമിക്കും ആകാശത്തിനും ഒന്നും സംഭവിക്കാനില്ല. അല്ലാഹ് നിശ്ചയിച്ച പാതയിലൂടെ ഇത് പൂർത്തീകരിക്കും. തഖ്വയുള്ളവനെ അല്ലാഹ് രക്ഷപ്പെടുത്തും, അവന്റെ ആഖിറ നന്നാവും. പക്ഷെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഓരോ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലാഹുവാണോ ലക്ഷ്യം, അതല്ല നമ്മുടെ താല്പര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞത് ഒരാൾ പറഞ്ഞ 100% ശരിയെന്ന് ഒരിക്കലും ഒരാളിനും പറയാൻ ഒരു ന്യായമില്ല. കാരണം അവന് കിട്ടുന്ന ഇൽഹാമിന് തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നെർവസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവുന്നതാണ്, വലിയ കുഴപ്പമുണ്ടാവും. അത് ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രശ്നമുണ്ട്. അതിന് ഒരുപാട് ശാസ്ത്രം യഥാർത്ഥത്തിൽ ഒരു ഫുൾ പ്രൂഫ് സാധനമൊന്നുമല്ല. ശാസ്ത്രം കൺസെപ്റ്റിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് ശാസ്ത്രം അവസാനമായി അത് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സങ്കല്പങ്ങളിലാണ്, അടിസ്ഥാനരഹിതമായ സങ്കല്പങ്ങളിലാണ് ആധുനിക ശാസ്ത്രം ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് ഇന്ന മരുന്ന് കുത്തിവെച്ചാൽ ഇന്ന രീതിയിൽ വരുന്നത് ഫുൾ പ്രൂഫ് ഒന്നുമല്ല. ഒരിക്കലും ഒരു ശാസ്ത്രകാരനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അത് ഏറ്റവും നല്ല ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ച് പറയുന്ന കാര്യം. പിന്നെ അരിവും മൂലയും കാണിച്ച് നമ്മൾ ഇത് ഭയങ്കര ശാസ്ത്രമാണ്, അങ്ങനെയാണ്, അതുകൊണ്ട് മറ്റൊരു ഉൾപ്പനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മനസ്സ് സത്യവിശ്വാസ മനസ്സല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമലുകൾ പൊളിച്ചു പറയുന്ന അല്ലാഹുവിന്റെ മാർഗത്തിൽ മുറുകെ പിടിച്ചിരിക്കാൻ പറഞ്ഞപ്പോ അതിന് നേരെ എതിരായിട്ട് ഒരു ചെറിയ ശാഖാപരമായ പ്രശ്നം എടുത്തിട്ട് സമുദായത്തിൽ കുഴപ്പമാണ്. ഇന്നലെ രാത്രി വളരെ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. 12 മണി 1 മണിക്കാണ് തീരുമാനിച്ചത്. ആരപ്പോ ചന്ദ്രനെ കണ്ടുവെന്നും കണ്ടില്ല എന്നും അവിടെ പോയെന്നും പാണക്കാട് പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരുപാട് കഴിഞ്ഞിട്ട് ഉറക്കം കഴിഞ്ഞില്ല. നേരം എടുക്കുന്നതിന് മുമ്പ് ആളുകൾ പള്ളിയിൽ അവസാനം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടിയിരുന്നു. ആ കോലത്തിലാണ് അവിടെ സംഭവങ്ങൾ. ഈ മനുഷ്യന്മാര് ഇതിങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങള് ഇബ്ലീസ് എവിടെയാണ് വഴിവെക്കണം അവിടെ ഇങ്ങനെ പോയിട്ട് പിന്തുണക്കാനുള്ള നടക്കുന്ന ഒരു സ്വഭാവം സത്യവിശ്വാസികൾക്ക് പറ്റുന്നതല്ല എന്നുള്ള ഒരു മനസ്സാണ്. ഓരോരുത്തരുടെ ബോധ്യം അനുസരിച്ച് അവനവനെ ചോദ്യം ചെയ്യുക. എന്നിട്ട് അവനവന് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യം ഓർമ്മപ്പെടുത്തുമ്പോ അള്ളാഹുവിന് ഭയമുള്ളവൻ ഓർത്തോളും. പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവൻ അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനായിരിക്കും. അല്ലതീ അവൻ ചെന്ന് അവസാനിക്കുന്നത് വലിയ നരകത്തിലായിരിക്കും. തുമ്മലായ അത് മനസ്സിലാക്കണം ആരായാലും. അതായത് മനുഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ ഉപകാരപ്രദമായ ഉത്ബോധനങ്ങൾ റസൂലും അള്ളയും റസൂലിൽ നിന്ന് അതിനെയൊക്കെ ചെവിക്കൊള്ളാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമുണ്ടാവും. മരണവും ജീവിതവും ഇല്ലാത്ത ഒരവസ്ഥാവശേഷത്തിലേക്ക് അത് പോകും. അങ്ങനെ വരാതിരിക്കും. ഈ പരിശുദ്ധി ആർജിച്ചവനാണ് വിജയിക്കുക. നോമ്പ് പരിശുദ്ധിക്ക് വേണ്ടിയാണ്. നമ്മുടെ നോമ്പ് നമ്മുടെ പരിശുദ്ധിക്ക് എത്രമാത്രം സഹായകമായി എന്ന് ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. നോമ്പ് കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവത്തിന് എന്ത് മാറ്റമുണ്ടായി, പെരുമാറ്റത്തിൽ നിന്ന് മാറ്റമുണ്ടായി എന്ന് അവനവനെ കുറിച്ച് വിലയിരുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് അള്ളാഹുവിനെ സ്മരിക്കുകയും അതുപോലെ തന്നെ നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഈ തസ്കിയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അള്ളാഹു തആല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് ഈ ഭൗതിക ജീവിതത്തിന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞതാണ് ശരി, നമ്മുടെ കൂടെയാണ് ആളുകൾ മറ്റവങ്ങളെ കൂടിയിരിക്കണം, ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കണം, അവൻ ആ കൂട്ടത്തിൽ വന്നു എന്ന് പറഞ്ഞ് ദുനിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം അംഗീകരിച്ചു എന്നതിനെ കുറിച്ച് ആലോചിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിനെ കുറിച്ച് അപ്പുറം ഈ ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങളാണ്. ഏത് സംഗതിയും നിങ്ങൾ യു പ്രിഫർ, അതായത് നിങ്ങൾ എപ്പോഴും
ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്, അത് മുൻഗണന കൊടുക്കുന്നത് ഭൗതിക ജീവിതത്തിൽ മനുഷ്യന്മാരുടെ അധികം ആളുകളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായ ഒരു താക്കീത് തരികയാണ്. പക്ഷേ വല്ലാഹറത്തു ഖൈറു വഅബ്ഖ, ഇത് മനസ്സിലാക്കണം. ആഖിറമാണ്, പരലോകമാണ്, അവസാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പരലോകമാണ്, ശാശ്വതമായ ദേഹം. അതാണ് നിലനിൽക്കുന്നത്. ആ നിലനിൽക്കുന്ന ശാശ്വത ദേഹത്തിന് വേണ്ടിയുള്ള, അവിടെ വിജയിക്കാൻ വേണ്ടിയുള്ള അധ്വാനമായിരിക്കണം ഈ റമദാൻ. അങ്ങനെ ആവുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅലീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സി ലനാ കമാ അസ്നൈത നഫ്സക ലക്കൽ ഹംദു ഹത്താ യർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ പെരുമാറിച്ചുകൊണ്ട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പറയുമ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് അല്ലാഹു തആല ഓർമ്മിച്ചത്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ആറാശം ഓർമ്മപ്പെടുത്തൽ, തഖ്വയുള്ള വസിയത്തുകൾ നിരന്തരം ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ശ്രദ്ധിക്കും. എത്ര അശ്രദ്ധനും ശ്രദ്ധിക്കുന്നു. ആ ശ്രദ്ധ കുഴപ്പങ്ങളില്ലാതെ, ആ അശ്രദ്ധ ഉണ്ടായാൽ ബിൽസടക്കും. ആരെങ്കിലും അല്ലാഹുവിന്റെ ശ്രദ്ധ വിട്ടാൽ പിന്നെ അവിടെ ഒരു പിശാചിന് നാം നിയമിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹിന്റെ ശ്രദ്ധ വിട്ടവന് പിന്നെ പിശാചിനെ നിയമിച്ചു കൊടുക്കാൻ അള്ളാഹ് ഏർപ്പെടുത്തിയ സുന്നത്തിന്റെ കാലാണ്. ഇവൻ അവനെ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ പിശാചിന്റെ ശർറ് നമ്മളെ ഉണ്ടാവാതിരിക്കാൻ ഈ തഖ്വയുള്ള വസിയത്ത്, അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കൽ, പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കൽ, അത് വളരെ അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ചെയ്യുന്നു. എല്ലാത്തിനും അപ്പുറമായിട്ട് നമുക്ക് ലക്ഷ്യം വെക്കാനുള്ളത് സ്വർഗമാണ്. സ്വർഗം എനിക്ക് മാത്രം കിട്ടിയാൽ പോലെ അതൊരു തരം സ്വാർത്ഥമല്ല. ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും സ്വർഗം ലഭിക്കണം. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യന്മാർക്കും സ്വർഗം അല്ലാഹു തആല വഴി നമുക്കത് വർഷം അല്ലാഹ് കൊടുക്കൂല എന്നുള്ളത് ലംലാന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസ് അജ്മഈൻ എന്ന് കുറ്റക്കെട്ടവരെയൊക്കെ പിടിച്ച് നരകത്തിലിടുന്നുള്ള അള്ളാന്റെ പോളിസിയാണ്. അത് അന്ന് തീരുമാനിച്ചത്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. മുശ്രിക്കുകൾക്ക് പുറത്തു കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. ആർക്കും നന്മ ഉദ്ദേശിക്കാം, ആർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് നന്മ ഉണ്ടാവട്ടെ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ മുഴുവൻ മനുഷ്യന്മാർക്ക് ഹിദായത്ത് ലഭിക്കട്ടെ. തമ്പുരാനെ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കണം. കൊടുക്കാതെ അല്ലാഹു തആലയുടെ ഉത്തരവാദിത്വം അല്ലാഹ് ചെയ്യുന്നത്, നമ്മളല്ലല്ലോ ഹിദായത്ത് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊരു മനസ്സാണ്, അതൊരു വിശാലതയാണ്. അത് അല്ലാഹുവിനുള്ള വിശാലതയാണ്. ആ വിശാലത പടച്ചതമ്പുരാനുള്ളതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് കാട്ടുന്നത്. ജാതിയില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, ഗോത്രമില്ല, പ്രദേശമില്ല, ഭാഷയില്ല, ആണ് പെണ്ണെന്നില്ല, ആർക്കും എല്ലാ മനുഷ്യന്മാർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സുണ്ടാവുക. അപ്പൊ തന്നെ ഒരുപാട് നന്മ നമ്മളിൽ ഉണ്ടായി കഴിയുക. അപ്പൊ വൈരാഗ്യം ഇല്ലാതാവും. നമ്മളൊരാളിനോട് ദേഷ്യമുണ്ട്, അയാൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും അയാളോടുള്ള വൈരാഗ്യം ഇല്ലാതെ അലിഞ്ഞലിഞ്ഞു പോകണം. നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അയാളോടുള്ള വൈരാഗ്യം ഇല്ലാതായി പോകുന്നത് നമുക്ക് തന്നെ സ്വയം കാണാൻ കഴിയുക. തീർക്കാൻ തീരാത്ത ദേഷ്യവും പകയും ഉദ്ദേശമൊക്കെ ഉള്ളപ്പോൾ ആ മനുഷ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും. ആത്മാർത്ഥം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു നോക്കിയാൽ നമ്മൾക്ക് സ്വയം നമ്മളെ പരിശുദ്ധമാക്കി എടുക്കാൻ സാധിക്കും. കാരണം ശത്രുവിന് പുറത്തുകൊടുക്കൽ വലിയൊരു സംഗതിയാണ്, വലിയൊരു തത്വമാണ്. എന്റെ എതിരാളിക്ക് ഇത് പുറത്തുകൊടുക്കൽ ഒരുപാട് സംഭവങ്ങളില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, സഹാബാക്കളുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ വലിയ വലിയ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇത് പ്രതികാരം വീട്ടാൻ കഴിവുണ്ടായിരിക്കെ തന്നെ അത് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളത്, അത് ആ ഒരു ക്ഷമാശീലം മനുഷ്യന് വ്രതാനുഷ്ഠാനമാണ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വ്രതം ആ ഒരു ലെവലിലേക്ക് മനുഷ്യ മനസ്സിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വ്രതത്തിന് യഥാർത്ഥത്തിൽ പ്രയോജനകരമായി എന്ന് മനസ്സിലാക്കാം. ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വ്രതം ഇഫക്റ്റീവ് ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വ്രതം ഇഫക്റ്റീവായി നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്രതത്തിന്റെ തവാബ് നമുക്ക് തരണം.
അതില് ആ തവാബിന്റെ ഒന്നാമത്തെ സംഗതി ദുന്യാവിലെ ജീവിതം സുഗമമാവുക എന്നതാണ്, ആശ്വാസകരമാവുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷം ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടാൻ നമ്മൾ നിരന്തരമായുള്ള ബന്ധം, അങ്ങനെ ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പരലോകത്തേക്ക് എത്തുന്നത്. ഇത് നേരത്തെയുള്ള സംഗതിയാണ് കേട്ടോ. ഇന്ന ഇബ്രാഹിം, ഇത് മുഹമ്മദ് നബിക്ക് മാത്രമേ പറഞ്ഞിരുന്നില്ല. നാം നേരത്തെ തന്നെ 2 പേരുകൾ മാത്രം പറഞ്ഞില്ല. ആദം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും അനുയായികൾ പഠിപ്പിച്ച അതേ സംഗതി തന്നെയാണ് നിങ്ങളെ പഠിക്കുന്നത്. പുതുമൊന്നുമില്ല, ഇത് പഴയത് തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുമ്പോൾ അതിന്റെ ആവശ്യങ്ങളനുസരിച്ച് നാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ളതേ ഉള്ളൂ. ആത്യന്തികമായി മനുഷ്യനെ നാം വളർത്തിക്കൊണ്ടു പോകുന്നത് ദാറുസ്സലാമിനെ, ദാറുസ്സലാം, ശാന്തഭവൻ. ആ താഴ്ഭാഗങ്ങളുടെ അരിവുകൾ വന്ന് ശാന്തഭവനത്തിലേക്ക് നമ്മൾ ഓരോ ചുവടും സ്വർഗത്തിലേക്കാണ് എന്നുള്ളത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ആരാധനകളും സ്വർഗത്തിലേക്കാണ് എന്നുള്ളത് ഒരു സത്യവിശ്വാസി നല്ലവണ്ണം ഹൃദയം കൊണ്ട് അറിയുമ്പോൾ അതിൽ അറിയാതെ എത്തപ്പെടുന്ന മഹത്തായ സൂക്ഷ്മതയുണ്ട്. ആ സൂക്ഷ്മത നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള 5-6 ദിവസം കൂടെ ഉണ്ടല്ലോ. ഈ 5-6 ദിവസം കൂടെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ആ ബാധകളൊക്കെ പരിഹരിച്ച് ഫർദിൽ വന്ന ബാധകളൊക്കെ സുന്നത്തിലൂടെ പരിഹരിച്ച് എന്നിട്ട് ഇന്നും നോമ്പ് പറഞ്ഞിട്ടുണ്ടാവുക. ആ വ്യാഴാഴ്ചയും തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നവർ പിടിക്കുക. 13, 14, 15 അയ്യാമിൽ ബിയും നോമ്പ് പിടിക്കുന്നവർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് അറഫ നോമ്പ് വരുന്ന സമയത്ത് അത് പിടിക്കുക. മുഹറത്തിന്റെ 9, 10 നോമ്പ് പിടിക്കുക. പല തരത്തിലുള്ള നോമ്പുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സുന്നത്താക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് നോമ്പ് പിടിക്കണം തോന്നി കഴിഞ്ഞാൽ ആഴ്ച 2 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കണം. നോമ്പ് തീരെ അനുഷ്ഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അതിനതിൻ്റെതായ രീതി അവർ പോകാനോ അള്ളാഹു തആല ഓരോരുത്തരെ കുറിച്ചല്ല അവരുടെ അടിക്കുള്ള ഹബീറുകളാണ്. വളരെ സൂക്ഷ്മമായിരുന്നു. ആർക്കാണ് നോമ്പ് പിടിക്കാൻ സാധിക്കുന്നത്, ആർക്കാണ് നമസ്കരിക്കാൻ സാധിക്കുന്നത്, ആർക്കാണ് ദ്വാരക്കാൻ സാധിക്കുന്നതെന്ന് ഒക്കെ നന്നായി അറിയാം. അതുകൊണ്ട് നമ്മളെ ഏറ്റവും നന്നായി അറിയുന്ന രക്ഷിതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ ഉള്ള ഒരു താല്പര്യം സദാ നിലനിർത്തുക. അതിന് നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കി അതിന്റെ ഉത്തമമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത് കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് ഘട്ടമായ കാര്യങ്ങൾ സാലിഹായ അമലായി ചെയ്യണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ നോമ്പും നിസ്കാരവും മറ്റു ഇബാദത്തുകളെല്ലാം സ്വീകരിച്ച് ഉത്തരവ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, പരലോകത്തെ പുണ്യകരമായ പ്രവൃത്തി സൽക്കർമ്മങ്ങളായി മാറ്റുക തമ്പുരാനെ. ഈ റബ്ബത്തിന്റെ ചൈതന്യം ചോർന്നു പോകാൻ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങാനും വിജയിക്കാനും തോന്നി നൽകണം തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കി തരണം തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തമ്പുരാനെ. മനസ്സിലാക്കാനുള്ള പ്രവർത്തികളെ കാരുണ്യവാനായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചു തരണമേ തമ്പുരാനെ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാനിരതമായ ഒരു മനസ്സുമായി നിന്റെ അടുത്ത് നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. എതിരായ വിശാലത നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരസ്പരം യോജിപ്പും രഞ്ജിപ്പും നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവും ശേഷിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي عن بقية أصحاب رسول الله أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اعز الإسلام والمسلمين. اللهم اعز الإسلام والمسلمين. اللهم اعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. اللهم إنك عفو تحب العفو فاعف عنا يا أرحم الراحمين. اللهم إنك عفو تحب العفو فاعف عنا يا أرحم الراحمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب
السحور والإفطار. السلام عليكم يا شهر التراويح. السلام عليكم يا شهر البدر. السلام عليكم يا شهر فتح مكة. السلام عليكم يا شهر ليلة القدر. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا أرحم الراحمين. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا أرحم الراحمين. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا أرحم الراحمين. اللهم اجعل هذا الشهر الشريف مباركا لنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.